അപ്പോൾ ഇതാണ് കറിവേപ്പില എന്ന് എല്ലാവർക്കും അറിയാം. എന്തിനാ കറിവേപ്പില എടുത്താക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ച് നമ്മളൊരു സൂപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ. കറിവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ കുറേ അയച്ചറിഞ്ഞിട്ടുണ്ട്. കുറേ ഒരു ഡയറ്ററി സപ്ലിമെൻ്റാണ്, വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യും, പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് നല്ലതാണ്, പിന്നെ ഡൈജഷന് നല്ലതാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതൊന്നുമല്ല ഞാനിത് വെച്ച് സൂപ്പ് ഉണ്ടാക്കാനുള്ള കാരണം, ഇതിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഈ രീതിയിലൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഈവനിങ്ങിൽ TV ഒക്കെ കാണാൻ ഭാര്യയുടെ കൂടെ സോഫയിൽ ഇരിക്കുമ്പോൾ ഒരു ബൗളിൽ ഉണ്ടാക്കിയിട്ട് ഒരു 1/2 ആക്കിയിട്ട് സൂപ്പ് അടിക്കാൻ. ഈ സൂപ്പ് നല്ല ടേസ്റ്റാണ്. വീട്ടിലെല്ലാവരുടെ വീട്ടിലും കറിവേപ്പില ഉണ്ടാവും. ബാക്കിയെല്ലാം വീട്ടിലുള്ള സാധനങ്ങളെ വെച്ചിട്ട് ഒരു സിമ്പിൾ സൂപ്പ്. മിക്സിയുടെ ചെറിയ ജാർ ഞാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ വെണ്ണ ചേർക്കുകയാണ്, നുള്ള ജീരകം, പിന്നെ ഇത്ര മല്ലി, പിന്നെ ഇത്ര ഹോൾ പേപ്പർ. നന്നായി ഒന്ന് ഇളക്കുക. പിന്നെ ഞാൻ ഒരു അരപ്പിടി അരി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിലിടുകയാണ്. എന്തിനാ അരി സൂപ്പിലെന്ന് ചോദിക്കും. ഈ സാധനം ഇടയ്ക്ക് കടിക്കുമ്പോഴല്ലോ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെൻ്റെ വേ ഓഫ് പ്രിപ്പയറിങ് ആണ്. അപ്പോൾ എൻ്റെ സ്റ്റൈലാണിത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. ഇത് നമ്മൾ സൂപ്പ് വെന്ത് വരുമ്പോഴേക്കും ഈ അരി ഒരുവിധം ഇതാവും. അപ്പോൾ ആ സൂപ്പിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു 3 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ, അത് ഇതിലേക്കിടുക. പിന്നെ ഒരു 3 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 3 കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക, ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. അപ്പോൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതിൽ നന്നായി പിടിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, കറിവേപ്പില ഞാൻ ഇത്തിരി വെള്ളം കൂട്ടിയിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ആസിറ്റീസ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് എന്തായാലും സൂപ്പ് വെള്ളം വേണമല്ലോ, 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഇനി തീ ഇത്തിരി ഹൈയിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് തിളക്കട്ടെ കേട്ടോ. നമ്മുടെ സൂപ്പ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊന്ന് തുറന്നിട്ട് കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം കേട്ടോ. ഒന്നുകൂടി ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നുകൂടി തിളച്ചോട്ടെ. അപ്പോൾ നമ്മുടെ സൂപ്പ് ഒരു 5 മിനിറ്റ് ആയിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ഒരുവിധം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം, സൂപ്പ് ബൗളിലേക്ക് മാറ്റാം. കണ്ട അരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി ഒരു എരിവ്, സൂപ്പൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു എരിവിൽ കുടിക്കണ്ടേ. അപ്പോൾ ഒരു നുള്ള് കുരുമുളക് പൊടി ഇങ്ങനെ വെതറാം. എന്നിട്ടാണ്ട് ചൂട് കൊടുക്കണാണ്ട് കുടിക്കന്നെ. ഈ കറിവേപ്പില കൊണ്ടുള്ള സൂപ്പ് എന്ന് വെച്ചാൽ വീട്ടിൽ കറിവേപ്പില ഇല്ലാത്ത വീടുണ്ടാവില്ല. പിന്നെ ഒരു ചുവന്നുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും മതി, സാധനം റെഡിയായി. ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ. ശരി അപ്പോൾ.